അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 42 അതിൻ്റെ 9 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയെ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. വളരെ മനോഹരമായ വാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും എന്നും പറഞ്ഞു. സങ്കടം വന്നാൽ കർത്താവിനോടാ പറഞ്ഞ് ആമേ സ്തോത്രം. അവിശ്വാസിയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് പറയാനിടയാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. സങ്കടം വന്ന നിന്ദിക്കുന്ന വാക്കൊരിക്കലും ദൈവത്തോട് പറയാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഇറക്കി വെക്കാം. ഇവിടെ സങ്കീർത്തനം പറയുന്നത്, നീ എന്നെ മറന്നതെന്ത്? ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറയെ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നെന്നാ പറഞ്ഞത്. നിന്ന കേൾക്കുകയാ, നിന്ന കേട്ടു മടുത്തിരിക്കുന്ന പൊന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവേ ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പഴിക്കാനോ ദുഷിക്കാനോ ഇടയാകല്ലേ. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇത്രയും ഈ 2 വാക്യത്തിൽ പറഞ്ഞെങ്കിലും 11-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കടപ്പെട്ടെന്ന് പ്രാർത്ഥന ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് പറഞ്ഞത്. അപ്പം ഇനിയും സ്തുതിക്കാനുള്ള സമയമുണ്ട്. ഇതുപോലെ സ്തുതിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, നമ്മൾ അറിയാതെ നേരിട്ട ഒത്തിരി പ്രശ്നങ്ങൾ, ഇതുകൊണ്ട് നമ്മളിലെ അനുഗ്രഹങ്ങൾ ചോർന്നു പോയതല്ല ദൈവമക്കളെ. നമ്മളിലെ അനുഗ്രഹങ്ങൾ ഒന്നുകൂടെ ശോഭിക്കുകയാണ്. ഹല്ലേലൂയ. ഇരട്ടിപ്പങ്ക് കൃപയോടെ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കും. കാരണം ഈ പ്രത്യാശ നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തോടുള്ള പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ വീണു പോകുകയല്ല ദൈവമക്കളെ. വീണു പോയാലും നിലംപരിശാകാതെ കാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അമേ സ്തോത്രം. നല്ല ഒരു പ്രത്യാശയുള്ളൊരു ജീവിതം നയിപ്പാൻ കർത്താവ് എല്ലാവരും ഒരുക്കട്ടെ. തളർന്നു പോകരുതേ. ഒരുപാട് ഞെരുക്കത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരി പ്രശ്നങ്ങളും നമുക്കുണ്ട്. നമ്മളെ നോക്കിക്കൊണ്ട് നിന്ദിക്കുകയാണ് ജനം. വേറിട്ടൊരു ജീവിതമായിരുന്നു കുറേ കാലങ്ങളായിട്ട് പലരുടെയും അനുഭവമാണ്. വീട് വിട്ട്, വീട്ടുകാരെ വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി വരാം. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാം ശത്രുവിൻ്റെ പക്ഷത്ത് നിന്നോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ദൈവം എവിടെ? ഈ ചോദ്യം കേൾക്കുമ്പോൾ അത് അസ്ഥികളെ തകർക്കുന്ന ചോദ്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇയ്യോബ് പറഞ്ഞ പോലെ, ആ നന്മ സ്വീകരിച്ചതുപോലെ തിന്മയെ സ്വീകരിക്കരുത്. ഹല്ലേലൂയ. ദൈവം അറിയാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ, ഇത് കഷ്ടത, ഈ കണ്ണുനീര്, ഈ ഞെരുക്കം, ഈ നിന്ന പരാജയമല്ല ദൈവമക്കളെ. വിജയത്തിലേക്ക് കടക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയാണ്. ഇതിൽ വിശ്വസിക്ക്, കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്ക്. ഇന്നത്തെ ഈ കഷ്ടത, ഇന്നത്തെ ഈ കണ്ണുനീര്, ഇന്നത്തെ ഈ ഞെരുക്കം നാളത്തെ അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടത്തിയ എല്ലാ നന്മകൾക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നാളുകളായിട്ട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് ഞെരുക്കത്തിലൂടെ കടന്നു പോവുക കർത്താവെ. എല്ലാവരും കർത്താവെ ഇടത്തും വലത്തും നിന്ന് ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന്. അസ്ഥികളെ തകർക്കുന്ന ഈ ചോദ്യം കേട്ട് കേട്ട് മടുത്തിരിക്കുന്ന നിന്റെ മക്കൾക്ക് നന്മയ്ക്കായി ഒരടയാളം കൊടുത്ത് നിന്റെ മക്കളെ ദൈവം വലിയ സാക്ഷിക്ക് ഒരുക്കണമേ. വിശ്വസിക്കുന്ന മക്കള്, പ്രത്യാശയുള്ള മക്കള് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നൊരു മനസ്സുമായി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ അധികം സമയം വേണ്ടല്ലോ കർത്താവേ. വാളെടുക്കുന്നതിനും വെട്ടുന്നതിനും ഇടയിലൊരു സമയമുണ്ടല്ലോപ്പാ. എൻ്റെ കർത്താവിൻ്റെ മഹത്വമേറിയ ആ നിർമ്മലമായ സമയം, വിശുദ്ധിയുടെ സമയം, വിശ്വാസത്തിൻ്റെ സമയം, അത്ഭുതത്തിൻ്റെ സമയം. അതേ കർത്താവേ, വിശ്വസിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. സാക്ഷി പറയാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.